ഇതാ നമ്മളെ സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുറേ കുട്ടികളായി നമ്മൾ പഠിപ്പിക്കുന്നു. എന്താ പേടിക്കണ്ട, അമ്മ ഇനി സ്കൂട്ടി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ബൈക്കൊക്കെ പഠിക്കാൻ വളരെ നിസ്സാരമാണ്. വളരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കറണ്ടിൻ്റെയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നമുക്ക് പിന്നെ കറണ്ട് വേണ്ട, അല്ല പെട്രോൾ വേണ്ട, ലൈസൻസ് വേണ്ട, പിന്നെ പതിനെട്ട് കഴിയണമെന്നില്ല കറണ്ടിലൊക്കെ വണ്ടി എടുത്ത് പഠിക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് നമുക്കറിയാം, ഒരുപാട് കറണ്ടിൻ്റെ വണ്ടികളൊക്കെ ഒരുപാട് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിപ്പിക്കുന്ന ആൾ വളരെ സമാധാനത്തോടെ ശാന്തിയോടെ നല്ല സ്വഭാവം, കുറച്ചൊരു മനുഷ്യപ്പറ്റുള്ള സ്വഭാവം കാണിക്കുന്ന ആളായിരിക്കണം. അതേപോലെ ലോലമായി കുട്ടികളോടൊക്കെ പെരുമാറാൻ കഴിയണം പഠിപ്പിക്കുമ്പോൾ. നമുക്ക് അടിപിടിയെന്ന് പഠിപ്പിച്ച് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് അവരോട് കോപിച്ച് ഭയങ്കരമായി പിന്നെ ആക്രോശിച്ചു കൊണ്ട് എന്തെങ്കിലും പറയുകയൊന്നും ചെയ്താൽ അവർ പഠിക്കില്ല. മറിച്ച് സമാധാനത്തോടെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും വളരെ എളുപ്പം. ഇപ്പോൾ 2 മണിക്കൂറിൽ ഇപ്പോൾ ഒരു കുട്ടി പഠിച്ചത്, വെറും 2 മണിക്കൂർ കൊണ്ട് ബൈക്കൊക്കെ പഠിക്കാൻ വളരെ നിസ്സാരമാണിത്. ഇത്രയും ഇപ്പോൾ സൈക്കിളൊക്കെ ഓട്ടുന്ന ആളാണെങ്കിൽ, ഓട്ടുന്ന കുട്ടിയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം എത്രയോ കുട്ടികൾ എടുത്തിട്ട് പോകുന്നതും വരുന്നതും. പക്ഷേ ത്രിവിളൊക്കെ ഇരുന്ന് വളരെ സ്പീഡിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരൻസ് അത് ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ നമ്മൾ അവരെ കൂട്ടുപിടിച്ച് കൂടെ കൂടി ഇതുപോലെ തന്നെ നല്ല ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പഠിപ്പിക്കുക വളരെ പെട്ടെന്ന് പഠിക്കുന്ന ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് പഠിക്കും കുട്ടികളെ. നമുക്കറിയാം കുട്ടികളെ ഒരുപാട് പ്രായമായപ്പോൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. പക്ഷേ വളരെ ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ നിസ്സാരം കൈ കൊണ്ട് വളരെ എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാൻ കഴിയും കുട്ടിക്ക് എന്നാണ് യാഥാർത്ഥ്യം.